ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മെൽബൺ സിറ്റിയിലുള്ള കാർഡിന പാർക്കിലാണ്. കാർഡിന പാർക്ക് വളരെ സുന്ദരമാണ്. ഈ പാർക്കിലൂടെ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വിശാലമായ ഒരു പാർക്കാണ് കാർഡിന പാർക്ക്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പാർക്കാണ് കാർഡിന പാർക്ക്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു പാർക്കാണ് ഈ കാർഡിന പാർക്ക്. കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള ഒരുപാട് വിനോദോപാധികൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കാർഡിന പാർക്ക് കണ്ടതിന് ശേഷം നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ഇതിന് തൊട്ട് സമീപമുള്ള മറ്റൊരു വലിയ റിസർവയറുണ്ട്. ആ റിസർവറിൻ്റെ പേര് കാർഡിന റിസർവയർ എന്നാണ്. വളരെ മനോഹരമായ വഴിയിൽ കൂടിയാണ് നമ്മൾ ഈ റിസർവറിലേക്ക് യാത്രയാകുന്നത്. പ്രകൃതി രമണീയമായ പ്രകൃതി മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കുക. ഇതാ നമ്മളിപ്പോൾ കാർഡിന റിസർവറിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ സുന്ദരമായ പ്രദേശങ്ങളാണ് ഈ കാർഡിന റിസർവറിന് ചുറ്റും. നമ്മൾ കാർഡിന റിസർവറിന് സമീപം എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാ ഇപ്പം കാറ് ഇവിടുത്തെ പാർക്കിംഗ് ബേയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാർക്കിംഗ് ബേയിൽ നിന്ന് റിസർവറിൻ്റെ നല്ലൊരു ദൃശ്യം നമുക്ക് ലഭ്യമാകും. ഈ കാർഡിന റിസർവറെ പറ്റിയുള്ള നല്ലൊരു റൈറ്റപ്പ് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതായത് മെൽബൺ സിറ്റിയിലേക്ക് ആവശ്യമായ ശുദ്ധജലത്തിൻ്റെ നല്ലൊരു വിഹിതവും ഈ റിസർവിൽ നിന്നാണ് പമ്പ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് മെൽബൺ സിറ്റിക്ക് ആവശ്യമായ ജലത്തിൻ്റെ നല്ലൊരു ശതമാനം കൊണ്ടുപോകുന്നത്. വളരെ വിശാലമായ ഒരു റിസർവയറാണ്. ഒരു നീല തടാകം ആണ് എന്ന് നമുക്ക് പറയാം. നീല നിറത്തിലുള്ള വെള്ളമാണ് ഈ റിസർവയർ കാണുന്നത്. ഈ റിസർവയർ വളരെ അടുത്തു നിന്ന് കാണാനുള്ള സംവിധാനമുണ്ട്. അങ്ങോട്ടുള്ള ഒരു പാസേജാണ് ഈ കാണുന്നത്. ഈ പാസേജിൽ കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതാനും ടൂറിസ്റ്റുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. ഈ പാസേജിൽ നിന്നുള്ള ഒരു വിദൂര ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റിസർവയറിൻ്റെ ചുറ്റും വെള്ളാരം കല്ലുകൾ, അതായത് അവിടുത്തെ കരിങ്കല്ലുകളാണ് പാകിയിരിക്കുന്നത് കാണാം. വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് കാണുന്നത്. ഇപ്പോൾ ഈ റിസർവയർ കണ്ടതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ വാസസ്ഥലത്തേക്ക് മടങ്ങിപ്പോകുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വളരെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. നമുക്ക് ഓസ്ട്രേലിയയിൽ മാത്രം കാണാൻ സാധിക്കുന്ന ചില കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രകൃതി മനോഹരമായ ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. എവിടെയും പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രദേശത്തു കൂടിയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളങ്ങനെ ഈ റിസർവോയർ എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ മടങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഞങ്ങളിപ്പോൾ മെൽബൺ സിറ്റിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെൽബൺ സിറ്റിയുടെ ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം മെൽബൺ സിറ്റിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ടണലാണ്. ഈ ടണൽ കടന്നാണ് നമ്മൾ മെൽബൺ സിറ്റിയിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മളിപ്പോൾ മെൽബൺ സിറ്റിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഉയരമുള്ള ധാരാളം കെട്ടിടങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. മെൽബൺ സിറ്റിയെ പറ്റിയുള്ള പല വീഡിയോകളും ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മെൽബൺ സിറ്റിയെ പറ്റിയുള്ള പൂർണ്ണമായ ഒരു അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മെൽബൺ സിറ്റിയിൽ പ്രധാന വീഥിയാണിത്. ആ പ്രധാന റോഡ് കൂടിയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന റോഡ് എന്ന് പറയുന്നത് M1 എന്ന ഒരു ഹൈവേ ആണ്. അതായത് 8 ലൈനുള്ള ഒരു റോഡാണ് M1. ഒരു സൈഡിലേക്ക് 4 ലൈനും മറു സൈഡിലേക്ക് 4 ലൈനും, അങ്ങനെ മൊത്തം 8 ലൈനുള്ള ഒരു പ്രധാന വീഥിയാണ് ഈ മെൽബൺ സിറ്റിക്കുള്ളത്. പലയിടത്തും 80-100 കിലോമീറ്റർ സ്പീഡാണ് മാക്സിമം പോകുന്ന സ്പീഡ്. മെൽബണിലെ വീഥികളുടെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നഗരത്തിൻ്റെ സുന്ദരമായ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആകാശം നീല നിറമാണ്. വളരെ വളരെ സുന്ദരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ സുന്ദരമായ നഗരങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് മെൽബൺ സിറ്റി. ഈ വീഡിയോ ഇവിടം കൊണ്ട് പൂർണ്ണമാകുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.